Hey guys, welcome back to my channel. So ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഞങ്ങൾ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന്. സോ അതാണ് ഈ കെട്ടി ഒരുങ്ങിയൊക്കെ പോകുന്നത്. സോ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഓണമാണ് കേട്ടോ കോളേജിൽ. കാരണം ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആണ്. സോ ഇനി ഞങ്ങൾക്ക് കോളേജിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലാസ്റ്റ് ഓണമാണ് ഇന്ന്. സോ വി ആർ ഗോയിങ് ടു കോളേജ്. ഇറ്റ്സ് ഓൾറെഡി അവിടെ തുടങ്ങിക്കാണ്. ടൈം ആയി. അവിടെ 9 ആണ് തുടങ്ങുന്നത്, 9 AM. പക്ഷെ ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നു കാണും അവിടെ ഇപ്പോൾ തന്നെ. സോ വേ ഗോയിങ്. സോ ഇനി ഒരുപാട് കലാപരിപാടികളും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മത്സരങ്ങളും കലാപരിപാടികളും എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ വ്ളോഗായിട്ട് കാണിക്കുന്നതായിരിക്കും. എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് എടുക്കും. എല്ലാം എടുക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. സോറി, എനിക്ക് പറ്റത്തില്ല. ചിലപ്പം ഞാൻ വേറെ എന്തെങ്കിലും ബിസി ഇൻവോൾവ് ആയിരിക്കാം. സോ ഇന്ന് ആ ഒരു തീമാണ്, അതാണ് നമ്മുടെ കണ്ടൻറ്റ്, ഓണത്തിൻ്റെ പരിപാടികളും എല്ലാം കൂടെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ബെറ്റ്സി വിളിച്ചായിരുന്നു, അവൾ വരാമെന്ന് പറഞ്ഞു കൊണ്ടുപോകാനായിട്ട്. കുറച്ച് മുമ്പോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇതെല്ലാം നമ്മൾ റെഡിയായിട്ടൊക്കെ സാരി കൊടുത്ത് റെഡിയായിട്ട് വന്നിട്ട് മഴയത്തെല്ലാം നനയേണ്ടി വരുമോ പേടിച്ച്. പക്ഷേ എല്ലാം മഴയൊക്കെ തീർന്നു. ഇപ്പോൾ നല്ലൊരു പ്ലസൻറ്റ് ഒരു എൻവയൺമെൻറ്റ് ആയി. സോ ബെറ്റ്സി വന്ന് നമ്മൾ കോളേജിൽ എത്തി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ. ഏതൊക്കെ സോ ബ്യൂട്ടിഫുൾ. ബാർബി ഗേളിനെ പോലെ പിങ്കി ഒക്കെ ഇട്ടിട്ട്. ആക്ച്വലി ഗോൾഡിൻ്റെ കൂടെ വേറെ കളർ ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചത് റെഡായിരുന്നു ബ്ലൗസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് എടുക്കാം. കാരണം എനിക്ക് ആക്കപ്പെടുള്ള ആക്സസറീസ് ബ്ലാക്ക് ഇതുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാം. പിന്നെ ഇതിന് ചേർത്ത് ബ്യൂട്ടിഫുൾ. ഒന്നും കേൾക്കുന്നില്ല. അവരാ നൈസടാ, കൊള്ളാം എല്ലാവരും കാണാൻ. ഇല്ല, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ നോക്കണ്ടേ. ഇങ്ങനെയായിരുന്നു ക്ലാസ്, അങ്ങനെയായി. ഞങ്ങൾ വളരെ മലയാള തനിമയോടെ ഉണ്ട് കാണാൻ. സോ നൈസാ, അടിപൊളി. എടാ നിങ്ങളെന്താ മുണ്ടെടുക്കാത്ത? നല്ലൊരു ലൊക്കേഷൻ പറയൂ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ. ലൊക്കേഷൻ ഹണ്ടിങ്. എവിടെ? ഇതോ ഗ്രൗണ്ടിൽ പോയി ഫോട്ടോ എടുക്കാനോ? പക്ഷെ ഇത് കൊള്ളാം. ഇവിടെ നിന്ന് ഓക്കേടാ. ട്രീസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്, പുല്ലൊക്കെ വരുന്നുണ്ട്. അത് പെർഫെക്റ്റ്. നീ ലക്ഷ്മി ആ പുല്ലിങ്ങനെ ഇരിക്കടാ, പുല്ലിങ്ങനെ ഇരിക്കടാ. അല്ല സീരിയസ്, നല്ല ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കാലൊക്കെ. ഓ ശരിയാണല്ലേ. അപ്പൊ ഇരിക്കണ്ടടാ. അല്ല ലക്ഷ്മിയുടെ സാരിയും പച്ച, പുല്ലും പച്ച, പച്ചത്തേനിയടാ. ലക്ഷ്മിയുടെ കാണാൻ ഒരു ദേവസേന ലുക്കില്ലേ? സീരിയസ്ലി ബ്രോ, അവള് കല്യാണത്തിന് ഇട്ടപ്പോഴും അങ്ങനെ ദേവസേന ലുക്കുണ്ട്. ഇതൊക്കെ ജന്മനാ ഒരു ദേവസേന ലുക്കുണ്ടടാ. ആ പൊട്ട് കണ്ട ലക്ഷ്മിയുടെ പൊട്ട് കണ്ട? ലക്ഷ്മി താഴ്ന്നു വാ. ഓ ദേവസേന ഇവിടെ പിടിച്ച. ഇറങ്ങി. ആ പൊട്ട് നൈസാ, എനിക്ക് ഇഷ്ടപ്പെട്ടടാ. പൊട്ട് കൊള്ളാം. അത് എവിടെ നിന്ന് കിട്ടി? പൊട്ട് ചന്ദ്രൻ പൊട്ട് അങ്ങനെ വാങ്ങാൻ കിട്ടുമോ? ചന്ദ്രൻ പൊട്ട് എവിടെയാ? എടാ ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് പിക്ക് എടുക്കുകയാണെങ്കിൽ സീനായിരിക്കും. വേറെ ആരെയും സ്ഥലം പിടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. എനിക്കില്ല ഇത് ഇങ്ങനെ ഈ സാരി ഹെയറൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഈ തമ്പുരാട്ടി സ്റ്റൈലില്ലേ, എനിക്ക് വയ്യ. ഇവിടെ മേക്കപ്പ് ഇട്ടിട്ട് കൺസിലർ മാത്രം ഇടണം. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടില്ല, കാരണം എനിക്ക് അറിയാം വിയർത്തൊലിക്കും. അതിഗംഭീരമായ ഫോട്ടോഷൂട്ടിന് ശേഷം വി ആർ ഗോയിങ് ടു ദി അതർ സ്പോട്ട്, ഫൈൻഡിങ് ദി അതർ. വളരെ മനോഹരമായി. ഇവിടെ പ്രത്യേകിച്ച് സ്പോട്ടൊന്നും ഇല്ലടാ. ഉള്ള സ്പോട്ട് ഇതൊക്കെ തന്നെ. നല്ല വെയിലുണ്ട്, അതാണ് സീന്. വെയിലത്ത് നിന്നെല്ലാം ഒലിച്ചൊലിച്ച് പോകുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിന്. ഓൾറെഡി എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം. കോളേജിലെ പേര് കേട്ട പ്രശസ്തമായ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കണമെന്നില്ല. നമുക്ക് പറ്റുന്നത്ര നമ്മളെ പുകഴ്ത്തലോടാ എല്ലാവരും. ഇങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ 2 ദിവസത്തിന്
ഓൾറെഡി എയറിലാണല്ലോ. എക്സ്ട്രാ പിന്നെ കാണോ? പാട്ടുപാടിയാണ് കൈയടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന കേട്ടോ. ആണോ? ആ നമ്മള് ഫ്രണ്ടില്ല. ഓക്കെ അതിനവിടെ നിന്ന് അല്ല ഞങ്ങളെ എന്ത് ചെയ്യും ഞാൻ പറയാം. അത് ഞാൻ മൈൻഡിൽ പാട്ടുണ്ട്. കറങ്ങണയൊക്കെ കൊള്ളാം. അപ്പുറത്ത് കുഴിയാണ്. ഇനി മഞ്ഞമ്മൽ ബോയ്സും കൂടെ കണ്ടിക്കാൻ പോയി. തർക്കമോ പരാതിയോ പിന്നീട് സ്വീകരിക്കുന്നതല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങളേതാ? ആദ്യ മത്സരം ബികോം CA വേഴ്സസ് BBA. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 9 മത്സരം ബികോം CA വേഴ്സസ് BBA ആണ്.
മത്സരങ്ങൾ ആരംഭിക്കുന്നു. ടഗ് ഫോർ മെൻ. ഫസ്റ്റ് മാച്ച് ബിക്കം സീനിയർ വേഴ്സസ് BBA. രണ്ട് സൈഡ് മാറി എന്നുള്ള ഒരു സപ്പോർട്ടാണ് വേണ്ടത്. എനിക്ക് മാത്രമേ ഉള്ളൂ. സൈഡ് ചേഞ്ച്. ആദ്യ വരിയിൽ ജയിലിൽ രണ്ടാമത്തെ വരിയിൽ അതിശക്തമായ ഒരു പോരാട്ടം. BBA ജയിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരം ജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മത്സരം ആരംഭിക്കുന്നു. ടീം ക്യാപ്റ്റൻസ് പ്ലീസ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. ബിക്കം താങ്ക്സ് വേഴ്സസ് സൈക്കോളജി. ലക്ഷ്മി, ഹൗ ഡു യു ഫീൽ? നെക്സ്റ്റ് നമ്മളുടെ പെൺപിള്ളേരുടെ വടംവലിയാണ്. ഓൾറെഡി എനർജി എല്ലാം പോയി. അതെ, ടെൻഷൻ അടിച്ചുള്ള എനർജി എല്ലാം പോയി. നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 2 ചിയർ ഗേൾസ് ഉണ്ട്. ചിയർ ഗേൾസ് കോൺഫിഡൻസ് പാടില്ല. കോൺഫിഡൻസ് ഒക്കെ തരാന്നാലും ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് വരായിരുന്നു. നമ്മൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും. ഏതെങ്കിലും ഒന്നെങ്കിൽ തോൽവി അല്ലെങ്കിൽ ചെയ്യും. എല്ലാം നമ്മൾ നല്ല രീതി എടുക്കുക. ഓക്കെ, ഊക്ക് നിനക്ക്, നീ ഊക്കിന് വേണ്ടി ജനിച്ചവൻ. ഓൾറെഡി ഏർന്ന് നിൽക്കുന്നവരാണ്. പാമ്പിനെ വിളിക്കണോ? എന്റെ ഡയലോഗ്. ഓക്കെ, ഒരു 10 മിനിറ്റ് അരമണിക്കൂർ എടുക്കുമല്ലേ നമ്മുടെ ഗേൾസിന്റെ വിമൻ എംപവർമെന്റ്. ഇതിന്റെ റിസൾട്ട് ലാസ്റ്റ് പറയുമായിരിക്കും അല്ലേ? പക്ഷെ കൊള്ളാം അല്ലേ? നൈസായിട്ടുണ്ട്. ആ നടുക്ക് എലിഫന്റിന്റെ ഇത് വരച്ചത് കൊള്ളാം. സോ ഗുഡ്. ആക്ച്വലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു കപ്പ്. താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു കപ്പ്. നീ ഇങ്ങനെ മാനം പൊട്ട വളർന്നു ഞാൻ എന്താ ചെയ്യും? ആക്ച്വലി നമ്മൾ വിചാരിച്ചു BBA ബോയ്സിനെ ഫസ്റ്റ് ഗേൾസിനെ ഫസ്റ്റ് ചരിത്ര നിമിഷം കുറിക്കാം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് സീരിയസ്ലി ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തട. ഫസ്റ്റ് ഇത് തന്നെ, സെക്കൻഡ് ഇതിൽ തന്നെ എന്റെ കയ്യിൽ ഇതായി. തേർഡാമത്തെ റൗണ്ട് എത്തിയപ്പോൾ തന്നെ
അതൊക്കെ വറ്റലും ചിപ്സും എല്ലാം ക്ലാസ്സിൽ നിന്ന് സാഹസികമായി കട്ടെടുത്ത് നമ്മളല്ല, ഞാനല്ല, അവളാണ്. ചിപ്സും ഉണ്ടോ? ഒന്നങ്ങനെ അതെ 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 അതെ. അവിടെ ഞാൻ പക്ഷെ കണ്ടില്ലായിരുന്നു പ്രൈസ് കൊടുത്തത്. എന്താ വിളിയിട്ട സൗണ്ട് ഇട്ടിട്ടാണ് വന്നത്. BBA എന്ന് ആരും വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓടി വന്നത്. ഗേൾസിനായിരുന്നു ആദ്യം സമ്മാനം കൊടുത്തത്. പക്ഷെ എന്നാലും ചിപ്സിൽ ഒതുക്കിയല്ലേ നമ്മുടെ പ്രൈസ്. BBA ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് അടിച്ചു. ഇത് ചരിത്ര നിമിഷം. മത്സരം ചിങ്ങവിലാവ് 2024. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. BBAക്ക് ഫസ്റ്റ് കിട്ടിയ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതെ അതെ അതെ, കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. അടുത്തായാലും വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്ന റിസൾട്ടാണ്. ചിങ്ങവിലാവ് 2024 അത്തപ്പൂക്കളം മത്സരം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 513 ബികോം CA. കളിക്ക് ബ്രോ. ലക്ഷ്മി കം ഓൺ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ വെയിലും കൊണ്ട് 1 കിലോ സൺസ്ക്രീൻ ഇട്ടതെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. എല്ലാവരും സ്റ്റെഫിയുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഓണം. ഓരോരുത്തരായിട്ട് ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട്. So it's our last Onam and it's really epical and ചരിത്രം കുറിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത്. ബൈ ബൈ.